മൺട്രോ സാഹിബിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള വരുമാനം കണ്ടെത്താൻ രാജകുടുംബം കരാറിന് നൽകിയതായിരുന്നു പണ്ട് ഈ തുരുത്തുകൾ. അഷ്ടമുടിക്കായലിന്റെയും കല്ലടയാറ്റിന്റെയും തീരങ്ങൾ പങ്കിടുന്ന മൺട്രോ തുരുത്തിനെ നെൽകൃഷിയും ഫലഭൂയിഷ്ടമായ തെങ്ങുകളും കയർ വ്യവസായവുമെല്ലാം സമ്പന്നമാക്കിയിരുന്നു ഒരു കാലത്ത്. കാഴ്ചയ്ക്കൊപ്പം കാറ്റിൽ പോലും പ്രകൃതിയുടെ സൗന്ദര്യം പേറിയിരുന്ന മൺട്രോ തുരുത്തിന്റെ തലവിധി മാറ്റിയത് സുനാമി തിരകളായിരുന്നു. ഇന്ന് ആഗോളതാപനത്തിന്റെ കേരളത്തിലെ ആദ്യ ഇരയാവുകയാണ് മനോഹരമായ ഈ ഭൂപ്രദേശം. മഴ പെയ്ത് വെള്ളം മുറ്റത്ത് പോകുമ്പോൾ പെരക്കാൻ പാട പോലെ സിമെന്റ് കട്ട ഇളകി വീഴുന്നത്. കൊച്ചുങ്ങൾ എന്തിനും എപ്പോഴും പേടിച്ചൊന്ന് ഓടും. പിന്നെ വേലിയായിട്ട് മുറ്റത്തിരുന്നാലും വെള്ളം വന്ന് അടികൂറ്റ് കയറി പെരക്കാൻ മൊത്തം അങ്ങ് പോകും. താഴെ നീ അടികൂറ്റം മേപ്പോട്ട് കയറും. അടുക്കളയ്ക്കൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. രണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മുറിയെല്ലാം മുങ്ങി ഇറക്കാന്ന് വെള്ളം നമ്മൾ കോരി കളയണം. ഭൂമിയിലേക്ക് താഴ്ന്ന വീടുകളിൽ നിന്നും ഇതിനോടകം 400ഓളം കുടുംബങ്ങൾ നാടുപേക്ഷിച്ച് പോയി കഴിഞ്ഞു. ജനിച്ചു വളർന്ന വീടും കൃഷിയുമെല്ലാം ഉപേക്ഷിച്ചുള്ള ഇവരുടെ പലായനം ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. മണൽ ഖനനവും കണ്ടൽ നശിപ്പിക്കുന്നതും അണക്കെട്ടുകളും ഉൾപ്പെടെ ഭൂമിക്ക് എങ്ങനെ പ്രതികൂലമാകുന്നു എന്നതിന്റെ മുന്നറിയിപ്പ്. ദിനം പ്രതി താഴ്ന്നുകൊണ്ടിരിക്കുന്ന മൺട്രോ തുരുത്ത്. ഇനി എത്ര കാലം മനുഷ്യ ഇടപെടലും ആഗോളതാപനവും പരിസ്ഥിതി വ്യതിയാനവുമെല്ലാം മറികടന്ന ഈ ജനതയ്ക്ക് ഇവിടെ അതിജീവിക്കാനാകും? അത് മനുഷ്യ സമൂഹത്തിൻ്റെ കൂടി അതിജീവനത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തലാകും. ക്യാമറാമാൻ ഷിജു ചോരയ്ക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.